നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 1.5 നൂറ്റാണ്ടിനിടെ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാകുംഭമേളയുടെ ദൃശ്യങ്ങളാണ് എല്ലായിടത്തും. ഓരോ ഭാരതീയനും അവിടെ നടക്കുന്ന മഹാകുംഭമേളയെ അത്ഭുതത്തോടെ നോക്കി കാണുമ്പോൾ വിദേശികളും അതിലേറെ അത്ഭുതപ്പെടുകയാണ്. നിരവധി ആളുകളാണ് ലോകത്തിന്റെ പല കോണിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത്. ഇതിനിടയിൽ പലയിടത്തു നിന്നും ഇതിനെക്കുറിച്ച് അപകീർത്തികരമായിട്ടുള്ള ചർച്ചകളും വിമർശനങ്ങളും ഉയരുന്നുണ്ട്. പലരും ഇതിനെ നശിപ്പിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴിതാ അത്തരത്തിലൊരു സംഭവമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മഹാകുംഭമേളയോടനുബന്ധിച്ച് പ്രത്യേക ട്രെയിൻ സർവീസ് ഇതിന്റെ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ അത്തരത്തിലുള്ള പ്രത്യേക ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞിരിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ. മധ്യപ്രദേശിലെ ഹർപാൽപൂർ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു സംഭവം. ഝാൻസിയിൽ നിന്ന് കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിലേക്കുള്ള പ്രത്യേക ട്രെയിന് നേരെയാണ് കല്ലേറുണ്ടായിരിക്കുന്നത്. ഹാർപൽപൂർ റെയിൽവേ സ്റ്റേഷനിൽ കാത്തുനിന്ന യാത്രക്കാർ ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റുകളുടെ വാതിൽ പൂട്ടിയിരിക്കുന്നതായി കണ്ടതോടെയാണ് കല്ലെറിഞ്ഞത്. ആക്രമണത്തിൽ ട്രെയിനിന്റെ ജനലുകൾ തകർന്നു. കല്ലേറിനിടെ ട്രെയിനിലുണ്ടായിരുന്ന യാത്രക്കാർ ഭയന്ന് നിലവിളിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. യാത്രക്കാരെ കൊലപ്പെടുത്താനാണ് ആക്രമികൾ ശ്രമിച്ചതെന്നും ട്രെയിനിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു. മഹാകുംഭമേളയിലേക്ക് പോകുന്ന രാജ്യത്തുടനീളം നിന്നുള്ള യാത്രക്കാർ ട്രെയിനിലുണ്ടായിരുന്നു. ഝാൻസിയിൽ നിന്ന് 2 മണിക്കൂർ യാത്രയാണ് ഹർപാൽപൂരിലേക്കുള്ളത്. കുംഭമേളയുടെ പ്രത്യേക ട്രെയിനിൽ കയറാൻ നിരവധി പേർ ഹർപാൽപൂർ സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പുലർച്ചെ 2 മണിയോടെയാണ് ട്രെയിൻ എത്തിയത്. തുടർന്ന് കാത്തുനിന്നവർ ട്രെയിനിൽ കയറാൻ ശ്രമിച്ചപ്പോൾ വാതിലുകൾ പൂട്ടിയ നിലയിലായിരുന്നു. ഇതിൽ പ്രകോപിതരായ യാത്രക്കാർ അക്രമാസക്തരായി കമ്പാർട്ട്മെന്റുകൾക്ക് നേരെ കല്ലെറിയുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇനി ഇവർ ഇതിൽ യാത്ര ചെയ്യാൻ വന്നതാണോ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള മറ്റുള്ള ഏതെങ്കിലും അക്രമി സംഘങ്ങളാണോ എന്നുള്ളതും തിരിച്ചറിഞ്ഞിട്ടില്ല. സംഭവം പറഞ്ഞ് സ്റ്റേഷനിലെത്തിയ റെയിൽവേ പോലീസ് ആക്രമികളെ ശാന്തരാക്കുകയും തുടർയാത്ര ഉറപ്പാക്കുകയും ചെയ്തു എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ആക്രമികൾ ട്രെയിനിന് നേരെ കല്ലെറിയുന്നതിന്റെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളടക്കം പ്രചരിക്കുന്നുണ്ട്. വലിയ വിമർശനമാണ് ആക്രമികൾക്ക് നേരെ ഉയരുന്നത്. അതേസമയം മഹാകുംഭമേള 16ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പ്രയാഗ്രാജിലേക്ക് ഇതുവരെ എത്തിയത് 10 കോടിയിലേറെ തീർത്ഥാടകരാണ്. ത്രിവേണി സംഗമത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം അസാധാരണ തിരക്കാണ് അനുഭവപ്പെട്ടത്. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും കഴിഞ്ഞ ദിവസം പ്രയാഗ്രാജിലെത്തിയിരുന്നു. നീണ്ടകാലത്തെ ഇടവേളയ്ക്ക് ശേഷം ശൃംഗേരി പീഠം മഠാധിപതി വിധു ശേഖർ ഭാരതി മഹാരാജ് ഇന്നലെ പ്രയാഗ്രാജിലെത്തി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പരമ്പരാഗത രീതിയിൽ മഠാധിപതിയെ സ്വീകരിച്ചു. പൂർണ്ണ കുംഭമേള, അർദ്ധ കുംഭമേള, മാഘ കുംഭമേള, മഹാകുംഭമേള എന്നിങ്ങനെ കുംഭമേളകൾ പലതുണ്ട്. 3 വർഷം കൂടുമ്പോൾ ഹരിദ്വാർ, പ്രയാഗ്രാജ്, നാസിക്, ഉജ്ജയിനി എന്നിവിടങ്ങളിലെ നദീതീരങ്ങളിലാണ് കുംഭമേളകൾ നടത്താറുള്ളത്. അർദ്ധ കുംഭമേള 6 വർഷത്തിനിടെ ഹരിദ്വാറിലും പ്രയാഗ്രാജിലും നടക്കും. മഹാകുംഭമേള പ്രയാഗ്രാജിൽ മാത്രമാണ് നടക്കുന്നത്. 12 വർഷത്തിലെ ഇടവേളകളിൽ നടത്തപ്പെടുന്ന 12 പൂർണ്ണ കുംഭമേളകൾക്ക് ശേഷമാണ് മഹാകുംഭമേള നടക്കുന്നത്.